ശാരദാമ്മയുടെ ഒരു കാര്യം, മക്കള് വിളിക്കുന്നില്ല, കാണാൻ വരുന്നില്ല എന്നൊക്കെ പരാതി. എന്നാ മക്കൾ ആരെങ്കിലും കാണാൻ വരികയോ വിളിക്കുകയോ ചെയ്താൽ അവരെന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോന്നാവും അടുത്ത വേവലാതി. ഇടി, നീ പോയ ഫോണിങ് എടുത്തോണ്ട് വാ. മോളും എല്ലാം കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? കഴിക്കാനൊന്നും സമയമായില്ലല്ലോ അമ്മ. എന്നാ വേഗം ചപ്പാത്തി ഉണ്ടാക്കി തരാം. ശാരദാമ്മ, സത്യാമ്മയാ. സത്യാമ്മയോ? ശ്യാമ അവിടെ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോ ആവോ? ഹലോ സത്യാമ്മേ. ശാരദാമ്മേ, ഞാൻ ശാലിനിയുടെ സീമന്ത ക്ഷണിക്കാനാണ് വിളിച്ചേ. ശാലിനിയുടെ സീമന്തോ? അതെ ശാരദാമ്മേ, പെട്ടെന്ന് അതങ്ങ് തീരുമാനിച്ചത്. നേരിട്ട് വന്ന് ക്ഷണിക്കേണ്ടതാ, പക്ഷേ എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ല. അടുപ്പുള്ളവരാകുമ്പോ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ശാരദാമ്മയുടെ മകളാ ശാലിനി. ശാരദാമ്മയും കൂടി ചേർത്ത് നടത്തേണ്ട ചടങ്ങായത്. അല്ല വേണ്ട സത്യാമ്മേ, ഞാനങ്ങ് എത്തിക്കോളാം. ദേ, നാളെ ഈ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ശാരികയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ അടുത്തുണ്ടോ? അല്ല, ഗോപാലേട്ടൻ ഒരു യാത്രയില്ല സത്യാമ്മേ. എങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് വിവരം അറിയിക്കാം. ശരി. അപ്പോ പുലർച്ചെ തന്നെ എത്തുമല്ലോ. ശാലിനി ഒരുക്കി ഇറക്കേണ്ടത് ശാരദാമ്മയാ. എത്തിക്കോളാം സത്യാമ്മേ. എന്നാ ശരി. അപ്പൊ നീ വന്നത് സീമന്ത ചടങ്ങിന് പോവാനാണോ? അപ്പൊ സീമന്ത ചടങ്ങിന്റെ കാര്യം അമ്മ ഇതുവരെ അറിഞ്ഞില്ലേ? കൊള്ളാം. അവള് ഗർഭിണിയായ വിവരം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെയല്ലേ സീമന്തം? അക്കാര്യം അവൾ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ? ഇടി ഇല്ലെന്ന്. അയ്യോ, ഞാൻ വിചാരിച്ചത് അമ്മയുടെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവുന്ന. ശാലിനി അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവുന്നു. ഞാൻ വെറും മണ്ടിയാവൂന്നാ ഞാൻ വിചാരിച്ചത്. എപ്പോഴാ ഗർഭിണിയായതെന്ന് അറിഞ്ഞതെന്നും ഏത് ഹോസ്പിറ്റലിലാ കാണിക്കുന്നതെന്നൊക്കെ അമ്മയ്ക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ സത്യാമ്മയുടെ അടുത്ത്? ബെസ്റ്റ്. അത് സത്യാമ്മയുടെ ആണോടി ചോദിക്കേണ്ടത്? സ്വന്തം മകളുടെ ഗർഭവിവരം എപ്പോ അറിഞ്ഞെന്നും അവളുടെ ചികിത്സ എവിടെയാന്നൊക്കെ ഇതൊന്നും നിങ്ങളുടെ മകള് നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാ ഉരുകി പോത്തില്ലടി. ദേ, ഇപ്പൊ തന്നെ എല്ലാം അറിയാന്നുള്ള ധാരണയില്ല സത്യമ്മ സംസാരിച്ചത്. സീമന്തത്തിന്റെ വിവരവും ശാലിനി എന്നോട് പറഞ്ഞിട്ടുണ്ടാവുന്നല്ലേ സത്യമ്മ കരുതൂ. അതിനിടെ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ നാണക്കേടല്ലേ? സ്വന്തം മകള് അമ്മയാവുന്ന വിവരം അവളുടെ അമ്മായിയമ്മയുടെ അടുത്ത് നിന്ന് അറിയുന്ന ലോകത്ത് ആദ്യത്തെ അമ്മയായിരിക്കും ഞാൻ. എങ്കിൽ ഇതൊന്നും അറിയണമല്ലോ. ഞാൻ അവളോട് തന്നെ ചോദിക്കാം. എന്ത് തോന്നിയാസാ കാട്ടിയത്? വേണ്ട, അത്ര ബോധമില്ലാത്ത പെൺകുട്ടിയൊന്നും അല്ല ശാലിനി. അവൾ ഈ കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് പിന്നില് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കണം. നാളെ എന്തായാലും കാണുന്നുണ്ടല്ലോ. എന്നാലും അവള് എന്തുണ്ട്? ശാലിനിയുടെ സീമന്തമായി ഇന്ന്. എന്നെ സത്യഭാമ നേരിട്ട് ക്ഷണിച്ചതാ. ഞാൻ പോകുന്നില്ല, പക്ഷേ നീ പോണം. സുസു, ഒരു കപ്പ് ചായ. നിന്റെ തോളത്ത് വെച്ച് കെട്ടിയ ഈ വിഴുപ്പിനടക്കം എല്ലാത്തിനും ഒരു മറുപടി കൊടുക്കണ്ടേ സുസ്മിത നിനക്ക്?
എന്റെ മോളിങ്ങനെ തോറ്റും തളർന്നു ഇരിക്കുന്നത് കാണാൻ വയ്യ എനിക്ക്. നീ എന്നും ജയിച്ചു കാണണമെന്ന എന്റെ ആഗ്രഹം. പക്ഷേ കുറെ നാളായി നിനക്ക് തോൽവികൾ മാത്രമേ ഉള്ളൂ. ഈ സീമന്തം ഒരൊറ്റത്തവണ തീർപ്പലാകട്ടെ. എല്ലാത്തിനും കൂടി ചേർത്ത് പിഴ അടയ്ക്കട്ടെ ശാലിനി. പോകുന്നുണ്ടമ്മേ ഞാൻ. വയറ്റുകണ്ണിയായിട്ടിരിക്കല്ലേ ശാലിനി. അവക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഒന്നാം തരം ഒരു ഗിഫ്റ്റ്. ഞാൻ വിവരങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിള്ളച്ചേട്ടാ. ഞാനങ്ങ് ഇരിങ്ങാലക്കുടയിലായിരുന്നു. എന്നെ അവിടുന്ന് ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടേക്കുന്നെന്ന് പിള്ളച്ചേട്ടൻ അറിയാമല്ലോ. റോഡിലൂടെ നടന്നു പോകുന്ന വഴി എന്റെ അച്ഛനെ ഒരു വണ്ടി വന്ന് ചുമ്മാ അതങ്ങ് ഇടിച്ചിട്ടു. ഈ 1.5 മാസം ആശുപത്രി കയറി ഇറങ്ങി നടക്കുമായിരുന്നു. അച്ഛന് ഞാൻ ഒറ്റ മോളാ. നോക്കാനും അന്വേഷിക്കാനും ഒന്നും വേറെ ആരുമില്ല. ഇതിനിടയിൽ ആദ്യമൊക്കെ ഇങ്ങോട്ട് വിളിച്ചെങ്കിലും ഞാൻ പറഞ്ഞത് സത്യമ്മ വിശ്വസിച്ചില്ല. പിന്നെന്റെ ഫോണും മോഷണം പോയി. ഇവിടമായിട്ടുള്ള എന്റെ സർവ്വ ബന്ധവും പോയി. നിന്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പോ തനിയെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നായിട്ടുണ്ട്. കാശിന് ആവശ്യമുള്ളതല്ലേ, ഞാനിങ്ങ് പോന്നു. എന്തായാലും നീ വരുന്ന സമയത്ത് ആ പങ്കജം ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞത് ഭാഗ്യം. അല്ല, അവളെങ്ങനെ പോയത്? അവൾ എങ്ങനാ പോയെന്നല്ല, ഇവിടെ എങ്ങനാ വന്നതെന്ന് പോലും എനിക്കറിയില്ല. ആകാശത്തിന്ന് പൊട്ടി വീഴും പോലെ ഒരു ദിവസം ഒരൊറ്റ വരവല്ലായിരുന്നു. അവള് പറഞ്ഞ കള്ളക്കഥയൊക്കെ കേട്ട് സത്യാമ്മ ഇവിടെ ജോലി കൊടുക്കുകയും ചെയ്തു. ചോറ് ഇവിടെയാണെങ്കിലും അവളുടെ കൂറ് മറ്റെവിടെയോ ആയിരുന്നു. മറ്റാർക്കും എന്തോ ചോർത്തി കൊടുക്കാൻ വന്ന് നിൽക്കുന്നത് പോലെ. ഒരു ദിവസം അവളെ നിന്ന നിപ്പ് കാണാതായി. എന്തായാലും ശല്യം ഒഴിഞ്ഞു പോയല്ലോ, സമാധാനം. നിന്റെ അച്ഛനെ വണ്ടി ഇടിച്ചതിലും നിന്റെ ഫോൺ കാണാതായതിലും ഒക്കെ എനിക്ക് ചില ബലമായ സംശയങ്ങളുണ്ട് കേട്ടോ. എന്ത് സംശയമോ പിള്ളച്ചേട്ടാ? നിനക്കറിയാലോ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ. ആ സുസ്മിതയെ അവരുടെ അമ്മയും പുറത്തു നിന്ന് അംഗം വെട്ടിക്കൊണ്ടിരിക്കുക. അവർക്കാണെങ്കിൽ ഇവിടുന്ന് ഓരോ ആയുധങ്ങൾ വീണ് കിട്ടുകയും ചെയ്യും. ഇപ്പോഴും ഈ വീട്ടിലൊരു സംഗതി പോഞ്ഞുകൊണ്ടിരിക്കുക. അക്കാര്യം സത്യാമ്മയുടെ അടുത്ത് ഇനിയും തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എടാ, ഇനി ഇതിങ്ങനെ മൂടിപ്പൊതിഞ്ഞ് വെച്ചോണ്ടിരിക്കല്ലേ വിഷ്ണു. എത്രയും പെട്ടെന്ന് ഭാമ ഇവരും അറിയിച്ചാൽ അത്രയും നല്ലത്. എന്റെ അച്ഛ സീമന്ത വരെത്തി ആൾക്കാരെ ക്ഷണിച്ചിട്ട്. എടാ, പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? 10 മാസം കഴിഞ്ഞിട്ട് പറയാന്നോ ഇവൾക്ക് ഗർഭമില്ലാന്ന്? ഇവിടെ ലോകത്ത് വേറെ എന്ത് സംഭവത്തെ പറ്റി വേണമെങ്കിലും കള്ളം പറയാം. പക്ഷേ ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്നോ അവള് പ്രസവിച്ചെന്നോ കള്ളം പറഞ്ഞാ അതിൽ സത്യം എന്നാലും പുറത്തു വന്നിരിക്കൂടാ. വിഷ്ണുട്ടാ, സത്യമ്മയെ അറിയിക്കണം, അല്ലെങ്കിൽ ഇത് വലിയ കുഴപ്പമാവും. പ്ലീസ്. അല്പം വൈകിയെന്നത് പ്രശ്നമല്ല വിഷ്ണുട്ടാ. നമ്മൾ പറയാതെ ഈ വിവരം അമ്മ അറിഞ്ഞ പ്രത്യാഘാതം രൂക്ഷമാവും. വിഷ്ണു, അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോ പിന്നീട് ഇക്കാര്യം സത്യാമ്മ അറിഞ്ഞാൽ ക്ഷമിക്കില്ലാന്ന് വിഷ്ണുവിന് അറിയാലോ. അതെ, അറിയിക്കണം ബ്രോ. ഇവിടെ ഒരാൾ അക്കാര്യം ഓർത്ത് ദിവസങ്ങളായി ഉറങ്ങിയിട്ട്. വിഷ്ണു ഏട്ടൻ എത്രയും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നീ ഭാരം ഒന്ന് ഒഴിവാക്കി തരണം. ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം ഓർത്ത് കുറ്റബോധം കൊണ്ട് നീറുകയാ ഞാൻ. പറയാം.
ഇനി വൈകിപ്പിക്കുന്നില്ല. ശാലിനി, അമ്മേ, നീ ഇന്ന് മാറി നിൽക്ക് വിഷ്ണു. അല്ല എനിക്ക് ഒരു ശുഭകാര്യം ചെയ്യാൻ പോകുമ്പോഴാണോ വഴി തടയുന്നത്? നീ അങ്ങോട്ട് മാറി നിൽക്ക. അമ്മേ, എനിക്കൊരു മാറടാ മോളെ. ഇതേ ഇത് നിനക്ക് ചടങ്ങിന് ധരിക്കാനുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ. ഇതാ മോളെ, നിനക്ക് വേണ്ടി പ്രത്യേകം മേടിച്ചതാ. പ്രീതി, നീ ചെന്ന് ശാലിനി ഒരുക്കി കൊണ്ടുവാ. ചെല്ലു മോളെ. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? അമ്മേ, എനിക്ക് കാര്യം അറിയുമ്പോൾ അമ്മ വിഷമിക്കുകയും ചെയ്യരുത്, ക്ഷോഭിക്കുകയും ചെയ്യരുത്. ശാലിനി ഗർഭിണിയല്ല. അത് അമ്മയോട് മാലതി, നിങ്ങളെ കാണാൻ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്യാലായിരുന്നോ? നിങ്ങളെല്ലാം ഒരുമിച്ചാണോ? ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്താ? എനിക്ക് അമ്മയോട് കാര്യം പറയണ്ടായിരുന്നു. അയ്യോ, അവിടെ ഇതുവരെ ഒരുങ്ങിയില്ലേ? ബാക്കി ശാലിനി, നീ ഇതുവരെ ഒരുങ്ങാൻ പോയില്ലേ? പ്രീതി, വിളിച്ചോണ്ട് പോയ ഇവളെ. മോളെ, നിന്നോടല്ലേ കൊണ്ടുപോകാൻ പറഞ്ഞു ഇവളെ. ചെല്ല്. ആളുകളൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങിയെന്ന്. പ്രീതി, എന്റെ മോളെ ചെന്ന് ഒരുങ്ങിട്ടൊന്ന് വാ. ചെല്ല്, കൂട്ടിക്കൊണ്ട് പോടി. ചെല്ല്. എന്റെ പ്രീതി, ഒന്ന് വേഗം കൊണ്ടേ ഒരുക്ക്. ഒന്ന് വേഗം പോ മോളെ. അമ്മേ, എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ, ഞാൻ ഈ ഗസ്റ്റിനെയൊക്കെ ഒന്ന് സ്വീകരിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് മതി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. അതല്ല അമ്മേ. എടാ, നീ മാറ്. എടാ, ഒന്ന് മാറിക്കേ. അതല്ല. ചെല്. അച്ഛൻ കാണുന്നില്ലേ? എടാ, ഞാൻ എന്ത് പറയാനാ? ചുമ്മാ
പോയി പറടാ. വിഷ്ണു, നമുക്ക് പറയാം. അച്ഛാ, പോയിട്ട് വരാം. ഓ പിന്നെ മാം, എന്താടാ എനിക്ക് അമ്മോടൊരു കാര്യം പറയണ്ടായിരുന്നു. ഈ സമയത്താണോ? അത് പിന്നെ പറയാം. വാ മാലതി, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ശ്ശോ, ഒന്ന് പോടാ. വാ, അങ്ങോട്ട് ഇരിക്കാം. രാഘവേട്ടൻ വന്നേ. നമസ്കാരം. ഇരിക്കെ. എല്ലാരും വന്നേ. പൊന്നി, പൊന്നി. എല്ലാവർക്കും ജ്യൂസ് കൊടുക്ക്. സത്യഭാമയുടെ മരുമക്കളെ തോന്നിയാസം നടക്കുകയല്ലാന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാ മാലതി ഈ സീമന്തം. നിന്റെ മകൻ ബിനീഷിനൊപ്പം കല്യാണം കഴിഞ്ഞ് എന്റെ മകന് കുഞ്ഞു പിറക്കാത്തതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നല്ലോ. എനിക്കല്ല, നാട്ടുകാർക്ക്. അതങ്ങ് തീർന്നോട്ടെ എന്ന് കരുതി. സിവിൽ സർവീസ് സ്വപ്നം കണ്ട് കുടുംബം ഉപേക്ഷിച്ച് നടക്കുകയല്ല ഞങ്ങളുടെ ശാലിനി. ശ്യാമേ, മോളിങ് വന്നേ. വാ. ഇവളെ അറിയാലോ, എന്റെ ഇളയ മരുമകള ശ്യാമ. ഇവളുടെ കൈ കൊണ്ടൊരു ചായ ഇട്ട് കുടിക്കണമെന്നുണ്ടോ ആർക്കെങ്കിലും? വേണ്ട ബാമേ. പെൺകുട്ടികൾ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടുമ്പോ അവിടുത്തെ രീതികളുമായി അവരൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. പുതിയൊരു മണ്ണിലേക്ക് പറിച്ചു നടുകയല്ലേ അവരെ. ഇപ്പൊ ഇവളെ കാര്യങ്ങളെല്ലാം പരിചയിച്ചു. ഇവിടുത്തെ ഏറ്റവും മിടുക്കി കുട്ടിയാ ഇപ്പൊ ഇവള്. കേട്ടോ സുഭദ്രേ, ഒരു വീട്ടിൽ നിന്ന് 2 പെണ്ണുങ്ങളെ എടുത്തതുകൊണ്ട് സത്യഭാമയ്ക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, നേട്ടേ ഉണ്ടായിട്ടുള്ളൂ. അതാ ഭാമേ ഞാനും പറയുന്നത്. നമ്മൾ മുതിർന്നവർ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ എല്ലാം അങ്ങ് നേരെ പൊക്കോളൂ. ശരിക്കും സീമന്തം തന്നെ അമ്മേ. വിഷ്ണു, എന്താടാ? അമ്മ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ശാരദാമ്മ എത്തിയല്ലോ. സത്യമേ, എന്താ ശാരദാമ്മേ, മകളുടെ സീമന്തമായിട്ട് ഈ നേരത്താണോ വരുന്നത്? അത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകി സത്യമേ. ഇന്നലെ ഹോട്ടലിൽ ഇത്തിരി ജോലി തിരക്കുണ്ടായിരുന്നു.
ശാലിനി എവിടെ? അവളെ മുകളിൽ പ്രീതി ഒരുക്കിക്കൊണ്ടിരിക്കുക. ആഹാ. വരൂ, വാ, വാ നീ വാ.